യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ Recording in progress. ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ മാത്തൻ കെ സാമുവൽ, കൂടെ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മൾ ചില ദിവസങ്ങളായിട്ട് പുതിയ നിയമസഭ, ആത്മനിറവുള്ള സഭയുടെ ചില ഗുണങ്ങൾ, സവിശേഷതകൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി നമ്മൾ ചിന്തിച്ചു വരികയാണ്. രണ്ടാം അധ്യായത്തിന്റെ 42-ൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ആദ്യത്തെ 3 കാര്യങ്ങൾ അല്പമായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിപ്പാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന വിഷയം കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ആ വിഷയത്തിൽ ഒന്ന് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ സംഘത്തിനുണ്ടായിരുന്നു. അവർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ തന്നെ സഭ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം, ആ അനുഭവവും കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കർത്തൃമേശ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നു കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നതും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ ആത്മനിറവിന്റെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വാക്തത്വമാം പരിശുദ്ധാത്മാവിന് വേണ്ടി 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അവർ കാത്തിരുന്നു. 1-24-25 ഞാൻ വായിച്ച് പറഞ്ഞത്, പ്രത്യേകമായ ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് അവർ പ്രാർത്ഥിച്ചു എന്നാണ്. 3-1 യോഹന്നാനും പത്രോസും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ കടന്നു പോകുന്ന അനുഭവം. ഇതുപോലെ 4-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വീടുകളിൽ അവർക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ശക്തമായ പീഡനമുണ്ടായപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണും. അതുപോലെ 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തോലിക നേതൃത്വം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ അനേക റെഫറൻസുകളുണ്ട്, ചിലതൊക്കെ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. എങ്കിലും ഒരു പ്രധാന ചിന്ത, അത് ഇന്നലെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു, അത് എത്ര പേരത് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ എഴുത്തുകാരൻ ലൂക്കോസ് ആണ്. ലൂക്കോസിന്റെ 2-ാം വോളിയമാണിത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, അതായത് ലൂക്കോസിന്റെ 1-ാം വോളിയത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയതും ചെയ്തു തുടങ്ങിയതുമായ കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ അക്ഷരീകമായ മാനുഷിക ശരീരത്തിൽ വെളിപ്പെട്ടു വന്ന ശുശ്രൂഷകൾ ആണ് നമ്മൾ കാണുന്നത്. ഇന്ന് ആത്മീക ശരീരമാകുന്ന സഭയിലൂടെ
അതേ കർത്താവ് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റിടങ്ങളിലുമുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് എംഫസിസ് കൊടുക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ കാര്യമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ കാണുന്നത്. ജീസസ് ആണ് വാസ്തവത്തിൽ ചർച്ചിന് മോഡൽ. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം, ലൂക്കോസിൽ മാത്രം കേന്ദ്രീകരിക്കാതെ. ഞാൻ ജീസസിന്റെ എർത്ത്ലി മിനിസ്ട്രിയില് പ്രേയർ ഒരു ഇന്റഗ്രൽ പാർട്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഞാൻ ഈ പുതിയ നിയമസഭയിൽ കാണുന്നത്. ഇതാണ് നമ്മളിലൊക്കെ വെളിപ്പെടേണ്ടത്. ആത്മനിറവുള്ള സഭ പ്രേയറിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അപ്പൊ ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ സൂചിപ്പിച്ചതാണ്, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 1:14 ബന്ധത്തിൽ. ഇത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ്. എന്തിനാണ് പ്രാർത്ഥിച്ചത് എന്ന് അവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും മറുപടി കർത്താവിന് ലഭിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയാകാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പോസ്തല പ്രവൃത്തി 1:14 നമ്മൾ ഇതാണ് കാണുന്നത്. അവരെ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിന് വേണ്ടിയാണ്. At the beginning of the ministry, Jesus is praying. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലും ബിഗിനിങ്ങിൽ ഈ 120 പേരുടെ സംഘം പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്, പ്രത്യേകിച്ച് യെരുശലേം സഭ. ഞാൻ ചില റെഫറൻസൂടെ അതിനുള്ള ബന്ധത്തിൽ പറയാം. യെരുശലേം സഭ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ പ്രേയറിന് ഭയങ്കര സ്ഥാനമായിരുന്നു. ഇനി കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ആത്മാവിനാൽ നടത്തപ്പെട്ടവനായി 40 ദിവസം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ ഫാസ്റ്റ് ചെയ്യാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പൊ ഇതും ശുശ്രൂഷയുടെ ആരംഭത്തിലാണ്. ഉപവസിച്ചു എന്ന് പറയുമ്പോൾ ഇംപ്ലൈഡ് ആണ്, ഹി പ്രേയ്ഡ് ഓൾസോ, ഹി വാസ് വിത്ത് ദ ഫാദർ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യം. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ്, ഭയങ്കര ബിസി സ്കെഡ്യൂളാണ്. ആളുകളെ സൗഖ്യമാക്കി കർത്താവ്. അൺയൂഷ്വലായിട്ട് ശുശ്രൂഷയിൽ ബിസി ആകുന്ന കർത്താവ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിപ്പോകും, റിട്രീറ്റ്. എന്തിനാണ്? ഹി വാണ്ട്സ് ടു ബി അലോൺ വിത്ത് ഹിസ് ഫാദർ. ഇത് നമുക്ക് ഒരു വലിയ മോഡലാണ്. ഇഫക്റ്റീവ് മിനിസ്ട്രിക്ക് ഉള്ള ഒരു മോഡലാണ്, എക്സാമ്പിളാണ് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ കാണുന്നത്. ജീസസിന്റെ ഈ ഒരു സ്വഭാവം ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് കോപ്പി ചെയ്തിരുന്നു. അതുകൊണ്ട് അവരും വളരെ ഇഫക്റ്റീവായിരുന്നു. കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിന്റെ മാതൃകാ ജീവിതം കണ്ട് മനസ്സിലാക്കി പഠിച്ചവരും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നിവർ ചോദിച്ചവരാണ്.
കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത്. ലൂക്കോസ് 6:12 നമ്മളിപ്പോ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 1:24-25 ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കാൻ അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു, എന്നിട്ട് നറുക്കിട്ടു. നോക്കിയേ ലൂക്കോസ് 6:12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. മേജർ ഡിസിഷൻ എടുക്കുന്നത് ചുമ്മാതെ റാൻഡമായിട്ടൊന്നും എടുക്കുകയല്ല. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ he was praying. ഈ ജീസസ് ആണ് നമ്മുടെ മോഡൽ. ഇതിപ്പോൾ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. ഞാനും നിങ്ങളും മേജറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാറുണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഈ സമയത്ത് വരണം. ഇത് രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ജീസസ്. അതെന്താ? അത്ര പ്രധാനപ്പെട്ട ഡിസിഷനാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ഈ തെരഞ്ഞെടുക്കുന്നവരാണ് മുന്നോട്ട് സുവിശേഷം കൊണ്ടുപോകേണ്ടത്. സ്തോത്രം. അതാണ് ലൂക്കോസ് 6:12 നമ്മൾ കാണുന്നത്. മത്തായി 14:22 ഭയങ്കര അത്ഭുതം നടന്നു. അതിനുശേഷം കണ്ടോ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. സ്തോത്രം. നിർബന്ധിച്ച് ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയക്കുക. ജീസസ് എന്ത് ചെയ്യും? gone on the mountain top to pray alone. നമ്മൾ ഇത് പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീസസ് ആരാണ്? He is the Son of God. He is God in human flesh. ആ ജീസസിന് ഐഹിക ജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. He prayed. ഇത് ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് കോപ്പി ചെയ്തു. ഇവിടെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ദൈവസഭയിൽ പലയിടങ്ങളിലും പ്രോബ്ലം വന്നിരിക്കുന്നു. നോ ടൈം ടു പ്രേ റിയലി. ലൂക്കോസിന്റെ സുവിശേഷം 9:18 അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അതിനുശേഷം നിങ്ങൾക്കറിയാം മറ്റൊരു ചോദ്യം കൂടെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പോഴാണ് പീറ്റർ റെവലേഷൻ പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഒരു പക്ഷെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഐഡന്റിറ്റി വളരെ വ്യക്തമായി വെളിപ്പെടാൻ വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതായിരിക്കാം. ലൂക്കോസ് 9:28 മറുരൂപമലയിൽ ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ again we find Jesus is praying. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ it is easy to preach about praying. ഇന്ന റെഫറൻസ് ഒക്കെ ഉണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനാണ് പാട്. ജീസസ് ആണ് നമുക്ക് മോഡൽ. യോഹന്നാൻ 12:27 അന്ത്യ അത്താഴത്തിന് മുൻപ് യെരുശലേമിലേക്ക് ക്രൂശിക്കപ്പെടുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ.
എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. ക്രൂശിക്കപ്പെടാൻ പോകുമ്പോൾ ഉള്ളിലെ സംഘർഷമാണ്. അതൊക്കെ കർത്താവ് വെളിപ്പെടുത്താതെ കർത്താവിന്റെ ഉള്ളിലെ കാര്യം എങ്ങനെയാണ് ജോൺ എഴുതുന്നത്? ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവ് മനസ്സിലൂടെ അത് പോയി. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുക, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ഇഷ്ടം നടക്കരുത്. സംഘർഷത്തിലൂടെ പോകുമ്പോൾ, മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നട്ടം തിരിയുമ്പോൾ, എങ്ങോട്ടും തിരിയണ്ട, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മതി. യേശു ആ മാതൃകയാണ് നമുക്ക് തരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടാകും. ഇവിടെയെല്ലാം ജയിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയും. രക്ഷിക്കപ്പെട്ട സകലർക്കും പിതാവാം ദൈവത്തോട് പുത്രന്റെ നാമത്തിൽ ആക്സസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയ ആളുകളാണ് ഈ 1-ാം നൂറ്റാണ്ടിലെ ലീഡർഷിപ്പ്. അവരും പ്രാർത്ഥനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്തു. സ്പിരിറ്റ് ഫിൽഡ് ചർച്ച് പ്രേയിങ് ചർച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താണ് ഇപ്പൊ പറ്റിയെന്നുള്ളതിനെ കുറിച്ച് പറയാം. യോഹന്നാൻ 17 നമുക്കറിയാം, മഹാപുരോഹിത പ്രാർത്ഥന. കർത്താവിനെ 18-ാം അധ്യായത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. അതിന് തൊട്ടു മുമ്പ് 17-ാം അധ്യായത്തിൽ 26 വാക്യങ്ങളുണ്ട്. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥ പ്രാർത്ഥന. മത്തായി 26 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈ കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥന, ശുശ്രൂഷയിൽ ഉടനീളം പ്രാർത്ഥന, ശുശ്രൂഷയുടെ അവസാനം ഗെത്സമനയിലും പ്രാർത്ഥന. കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴോ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ the last breath വരെ prayer. That is the model of Jesus Christ. ഇത് നമുക്കൊരു ചലഞ്ചായി മാറട്ടെ എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു ചലഞ്ചായി മാറട്ടെ. അപ്പൊ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയിലും ഈ പ്രയർ ആണ് കാണുന്നത്. അവരെ കർത്താവ് പഠിപ്പിച്ചു, അവർ കർത്താവിന്റെ മാതൃക കണ്ടു. ഈ പ്രാർത്ഥനയിൽ അവരുടെ നേതൃത്വവും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഞാൻ 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളോട് പറയാം, ഇവരെ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു, എവിടൊക്കെ പ്രാർത്ഥിച്ചു. 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 7-ാം വാക്യം, 12-ാം വാക്യം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനു വേണ്ടി സഭ ശക്തമായി പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ശരിക്കും അവിടുത്തെ വാക്ക്, ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ വിയർപ്പ് തുള്ളികൾ ബ്ലഡ് പോലെ വീഴുന്നു. ബ്ലഡ് വെസൽസ് പൊട്ടിയതായിരിക്കാം. ഇന്റൻസ് പ്രയർ, ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ചർച്ച് പ്രേഡ് ഏർണസ്റ്റ്ലി ഫോർ പീറ്റർ. കോർപ്പറേറ്റ് പ്രയർ ആണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പേഴ്സിക്യൂട്ടഡ് ചർച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടെ എന്ത് നടന്നു? മാക്സിമം സെക്യൂരിറ്റി ജയിലിനകത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലായ്പ്പോഴും അങ്ങനെ വിടുതൽ ഉണ്ടാകണമെന്നില്ല. ആ കാര്യത്തിൽ പത്രോസിന്റെ കുറിച്ചുള്ള ദൈവഹിതം അതായിരുന്നു. കാരണം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബിനെ രാജാവ് വാൾ കൊണ്ട് കൊന്നെന്ന് എഴുതിയിരിക്കുന്നു.
അപ്പൊ നമ്മൾ ഓർക്കും അതെന്താണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ച് കാണും. പക്ഷെ അദ്ദേഹത്തെ കുറിച്ചുള്ള ദൈവഹിതം അതായിരുന്നു. വേല തികച്ചു, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അതാണ് യാക്കോബിന്റെ കാര്യത്തിൽ. പത്രോസിന്റെയോ ഇനിയും ബാക്കി വേല കിടക്കുകയാണ്. ചർച്ച ഏണസ്റ്റായിട്ട് പ്രാർത്ഥിച്ചു. ആ കാരാഗ്രഹത്തിൽ അദ്ദേഹത്തിന് വിടുതലുണ്ടായി. ഇനി 16-ാം അധ്യായത്തിന്റെ 25 നമ്മളെ ആരാധിപ്പിക്കാനായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്യമാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, കാരാഗ്രഹത്തിലായ ആളുകളും 1-ാം നൂറ്റാണ്ടിലെ ചർച്ചിൽ പ്രാർത്ഥിക്കുക. പോൾ ആൻഡ് സൈലസ് കെട്ടപ്പെട്ടവരായി കിടക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ പാട്ടുകൾ പാടുകയാണ്. 11:5 സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. 12:5 കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുന്നു. 12:12 അകത്തെ ഇൻഡോഴ്സ് പ്രാർത്ഥിക്കുന്നു. 10:9 ഔട്ട്ഡോഴ്സ് പ്രാർത്ഥിക്കുന്നു. യു നെയിം ഇറ്റ്, ദേ ആർ ഇൻ പ്രയർ. അതാണ് ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. വഴിയിൽ വെച്ചൊരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദേ ജസ്റ്റ് പ്രേ. 22:17 യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. 26:29 ഒരു റോമൻ പാലസിൽ പ്രാർത്ഥിച്ചു. 27:29 കടലിലൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നു. 20:36 ബീച്ചിൽ പ്രാർത്ഥിക്കുന്നു. എവരിവെയർ പ്രയർ. 26:29 നോൺ ക്രിസ്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8:15 ശമരിയയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്നാനപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും പ്രാർത്ഥന. 14:23 ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. 28:8 രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 9:40 മരിച്ചവർ ഉയർക്കാൻ പ്രാർത്ഥിക്കുന്നു. 7:60 അത്ഭുതകരമാണ്. സ്തേഫാനോസ് പ്രസംഗത്തിന്റെ അവസാനത്തിൽ ആളുകൾ എറിയുക. ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഹീസ് ഇൻ പ്രയർ, പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എല്ലായിടത്തും പ്രയർ പ്രയർ പ്രയർ. അപ്പൊ ഇതിനോടുള്ള ബന്ധത്തിൽ ഇന്നത്തെ പെന്റക്കോസ്റ്റൽ ചർച്ചുകളുടെ ഡേഞ്ചർ എന്താ? പ്രയർ വളരെ നിഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിനായി മാറി. അപ്പം തെറ്റിദ്ധരിക്കരുത്, നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഏരിയ പ്രയർ ഉള്ളതുണ്ട്, രാവിലെ പ്രാർത്ഥന, ഇതെല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എത്ര പേര് വരും? ഇവിടുത്തെ എനിക്കറിയാം, വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ കുറെ സഹോദരിമാരും ആരെങ്കിലും ഒരാൾ അപ്പച്ചനോ ആരെങ്കിലും ഒന്ന് വരും. പിന്നെ പാസ്റ്ററും കുടുംബവും കാണും. സഭായോഗത്തിന്റെ കാര്യമല്ലേ ഞാൻ ഈ പറയുന്നത്. ഒരു ഫാസ്റ്റിംഗ് പ്രയർ അല്ലെ, വി ആർ ജസ്റ്റ് ഗോയിങ് ടു പ്രേ ടുഡേ ഫോർ ഇന്റർസീഡ് ഫോർ ഇന്ത്യ. വെരി ഫ്യൂ. അപ്പം ആളിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് ആള് വരണമെങ്കിൽ ഉപദേശിമാർക്കറിയാം എന്ത് ചെയ്യണം. അറിയപ്പെട്ട പ്രവാചകന്മാരെ, ഇപ്പൊ ബഹ്റിനിലെ ഭാഷ പറയാം, ഞങ്ങൾ ഇറക്കും. അല്ലേ? അതെന്തിനാണ്? ചുമ്മാതെ പ്രാർത്ഥന എന്നൊന്നും പറഞ്ഞ ആരും വരത്തില്ല ബ്രദറെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ കൊണ്ടുവരാൻ അറിയപ്പെട്ട ആളുകളെ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ല, എന്നെ കുറിച്ച് എന്ത് പറയും പുള്ളി, അത് പ്രതീക്ഷിച്ചാണ് വരുന്നത്. ഇപ്പൊ ഇതിൽ കോംപ്രമൈസ് നോക്കി, എത്ര സട്ടിലാണ് കാര്യങ്ങൾ. ശരിക്കും പ്രയർ എവിടെ നടക്കുന്നത്? ഉപവാസ പ്രാർത്ഥനയിലും പ്രാർത്ഥന എവിടെ നടന്നു? പ്രയർ കോംപ്രമൈസ്ഡാ. നമുക്ക് ആളിനെ കൂട്ടുക. പ്രവാചകരല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്ന പ്രീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? ചിരിപ്പിച്ച് നല്ല നിലയിൽ അവരൊരു 1-1.5-2 മണിക്കൂർ നിൽക്കും. എല്ലാവർക്കും സന്തോഷം.
എന്തിനാ പോയത്? വാസപ്രാർത്ഥനയ്ക്ക് പോയത്. ഓ, ഭയങ്കര ആളായിരുന്നു ബ്രദറെ. അതിന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വെക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഭയങ്കരമായിരുന്നു എന്റർടൈൻമെന്റ്. എന്തിനാ ഇത് ചെയ്യുന്നത്? ആള് വരണേ ഇത് ചെയ്തേ. ഇതൊക്കെയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. പിന്നെ അറിയപ്പെട്ട ചില ആളുകൾ, ഞാന് ഇന്ന മതത്തിലായിരുന്നു, ഞാൻ 2 പേരെ കുത്തിക്കൊന്നിട്ടുണ്ട്, ഞാൻ എന്നിട്ട് എന്താ എങ്ങാണ്ട് പോയി കള്ളക്കടത്തു, ഇങ്ങനെ ഭയങ്കര സംഭവങ്ങൾ ഞങ്ങൾ ഇറക്കി ബ്രദറെ പുള്ളിയെ. അതെന്തിനാ? ഇത് ഇങ്ങനെ പറയിപ്പിച്ച ആളുകളെ. ഒരുത്തനെ ഇപ്പൊ എഴുന്നേറ്റ് നിന്ന്, ഞാൻ സഹോദരങ്ങളെ മാതാപിതാക്കൾക്കൊക്കെ കീഴ്പ്പെട്ട് ഞാൻ സന്തോഷമായിട്ട് പോരുന്ന സമയത്താണ് ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യമായി. അതിനകത്ത് എന്താ മാർക്കറ്റിംഗ് ഉണ്ടോ? വീട്ടിൽ മര്യാദയ്ക്ക് താമസിച്ചു, പാപിയാണെന്ന് ബോധ്യമായി, ഞാൻ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ടെന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ അതെന്ത് സാക്ഷ്യം? സാക്ഷ്യം എന്താ? പിന്നെ 2 പേരെ തട്ടി. വലിയൊരു സംഭവമായിരുന്നു. എന്തിനാ നമ്മൾ ഇവരെ ഇറക്കുന്നത്? ടു അട്രാക്ട് പീപ്പിൾ. എന്നിട്ട് ആള് കൂടുമ്പോൾ നമ്മൾ പറയും ദ മീറ്റിംഗ് വാസ് വെരി സക്സസ്ഫുൾ. പക്ഷേ കോംപ്രമൈസ് ചെയ്തത് എന്താ? പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ഉള്ള ആളുകളുടെ ടെസ്റ്റിമണികൾ. ഈ പ്യോർ സിമ്പിൾ പ്രെയർ മീറ്റിംഗ്സ് നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അവിടെ വരുന്ന കുറെ സാധാരണ വിശ്വസ്തരായ പ്രാർത്ഥിക്കുന്ന ആളുകൾ മാത്രമേ വരികയുള്ളൂ, അല്ലേ? നമ്മൾ ഈ പ്രെയർ മീറ്റിംഗ്സ് പ്രോഗ്രാംസ് ആക്കി. ഇതാണ് ഇന്ന് പലയിടങ്ങളിൽ നടന്നു വരുന്നത് എന്നത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. സിൻസിയർ ആണെങ്കിൽ നമ്മൾ ഇത് അഡ്മിറ്റ് ചെയ്യും. നമ്മുടെ പ്രാർത്ഥന മീറ്റിങ്ങുകൾ ആക്ച്വലി പ്രെയർ അല്ലാതെ ബാക്കിയെല്ലാം നടക്കുന്നു. ജീസസിലൂടെ നമ്മൾ കാണുന്ന മാതൃക, യെരുശലേം സഭയിലൂടെ കാണുന്ന മാതൃക, they prayed. അതുകൊണ്ട് പലപ്പോഴും കുറെ നാൾ മുമ്പ് ഒരാൾ പറയുന്നത് കേട്ടു, ക്രൗഡ് പുള്ളിങ് അനോയിന്റിങ്. ഓ എന്ന് പറഞ്ഞാൽ ചിലരെ ഇറക്കിയാൽ അവർക്ക് അനോയിന്റിങ് ഉണ്ട്, ക്രൗഡ് പുള്ളിങ് അനോയിന്റിങ്. ഇതൊക്കെ ഏത് വാക്യമാ, എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. ക്രൗഡ് പുള്ളിങ് അനോയിന്റിങ്, ഇങ്ങനെയുള്ളവരെ ഇറക്കുകയാണ്. എന്തിനാണ്? സിൻസിയർ ആണെങ്കിൽ നമ്മൾ പറയും മീറ്റിംഗ് കൊഴുപ്പിക്കാനാണ് ഇറക്കിയത്. ഇതല്ലേ അതിന്റെ വാസ്തവം. പക്ഷെ ഇതിൽ കോംപ്രമൈസ് ചെയ്യുന്നത് എന്താണ്? ദ ഡിസിപ്ലിൻ ഓഫ് പ്രയർ. സ്തോത്രം. നമ്മള് അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതുവരെയും മനസ്സിലാകാത്ത വേറൊരു മർമ്മമാണ്, ഇങ്ങനെയുള്ള പ്രാർത്ഥന കൂടിവരവിൽ അനുഗ്രഹീതനായ അറിയപ്പെട്ട പാട്ടുകാരെ എന്തിനാ ഇറക്കുന്നത്? എന്താണ് ഈ പ്രയറുമായിട്ട് അവരുടെ ബന്ധം? ഇറക്കുന്നത് ഇതിനാണ്, ആള് കൂടണം. നാം മീറ്റിങ്ങിനെ അസസ് ചെയ്യുന്നത് ആള് കൂടി. ഇപ്പൊ ഇന്ന് തന്നെ എത്ര ഡിവൈസസ് ഉണ്ട്, അതാണ് സക്സസ്. കഴിഞ്ഞ ദിവസമൊക്കെ 10-25 40 പേരുണ്ട് ഇവിടെ പറയും, 100 പേരായി ഇവിടെ. അപ്പൊ ഡിവൈസസ് ആണ് നമ്മുടെ മീറ്റിംഗ് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ള മെഷറിംഗ് റോഡ്. എത്ര വലിയ ഡിസപ്ഷനിലാണ് നമ്മൾ. ഈ ചർച്ചകൾ നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കർത്താവിന്റെ കൽപ്പന എന്താണ് ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം? ഒരുപാട് നമ്മൾ പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ഈ വലിയവരെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പരിപാടികളൊക്കെ നടക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-18, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം
മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഒരു കൽപ്പനയേ ഉള്ളൂ ഉപവസിക്കുമ്പോൾ. ആ കൽപ്പന നമ്മൾ എന്ത് വില കൊടുത്തും പൊട്ടിക്കും, അല്ലേ? Because we are interested in programs. We are not interested in praying. Stop. ഇതുകൊണ്ടാണ് കണ്ടംപററി ചർച്ച് വീക്കായിരിക്കുന്നത്. ആഴമേറിയ കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ ഓരോരുത്തരുടെ നിങ്ങൾ സാക്ഷ്യവും പ്രയറും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴാണ് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത്? പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു സാമ്പിളാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15, 16, 17 മുതലുള്ള വാക്യങ്ങൾ. 3-ാം അധ്യായത്തിലും ഇതുപോലൊരു പ്രാർത്ഥനയുണ്ട്. ജീസസ് പഠിപ്പിച്ച പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് ആരെങ്കിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശാസിക്കാൻ തുടങ്ങും. എനിക്ക് മനസ്സിലാകാത്തൊരു മർമ്മമാണ് ജീസസ് പഠിപ്പിച്ച പ്രാർത്ഥന. ഞാന് ഈ സുവിശേഷം എന്തെങ്കിലും ഒരു വീട്ടില് സുവിശേഷമായിട്ട് പോകുന്ന സാഹചര്യത്തില് 2-3 പേര് കൂടെ ഉണ്ട്, ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ആളുടെ വീട്ടില്. അപ്പൊ അവർക്ക് ആ പാസ്റ്റർ വന്നതിൽ സന്തോഷം, ഒരു വാക്ക് പ്രാർത്ഥിക്കണേ. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, അല്ലെ കൂട്ടുസഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ക്രമം അനുസരിച്ച് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കും, അവിടുത്തെ രാജ്യം വരണം. അവിടത്തേക്ക് കൂടെയുള്ള പിള്ളേ ശവന്റെ നാമം, ശവന്റെ നാമം ഇന്ന് ശാസിക്കാൻ പോവാണോ? എന്താ കാര്യം? എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. എന്തോ നമുക്ക് ആ പ്രാർത്ഥനയോട് സംതിങ് ഇസ് റോങ്. ഓക്കെ, അത് വേറൊരു വിഷയമാണ്. അതിന്റെ കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 റിക്വസ്റ്റുകളിൽ ഒരു റിക്വസ്റ്റ് മാത്രമാ ഇന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ആദ്യത്തെ 3 റിക്വസ്റ്റുകൾ ആത്മനിറവുള്ള ഒരു ദൈവ പൈതൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റിക്വസ്റ്റ് ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ ഷോപ്പിംഗ് ലിസ്റ്റ് അവതരിപ്പിക്കാനല്ല. സ്തോത്രം. ഈ ഞാന് സ്നേഹത്തിലൊരു കാര്യം പറയാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്. നമ്മളൊന്ന് ചിന്തിച്ച്, പ്രാർത്ഥിക്കാൻ പഠിക്കണോ? നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾക്കിങ്ങ് ഒഴുകി വരികയല്ലേ. കൂടെ നടന്ന ശിഷ്യന്മാർ പറയാ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്. അന്നാ കർത്താവ് അന്നേരം പറഞ്ഞില്ല, എന്തോടാ ചോദിച്ചേ? പഠിപ്പിക്കണമെന്നും മേലാൽ ചോദിച്ചു പോലെ ജീസസ് പഠിപ്പിച്ചു. നമുക്ക് ആ പഠിപ്പിച്ച പ്രാർത്ഥനയോട് അങ്ങ് ഭയങ്കര അലർജിയാ. നമുക്ക് കിട്ടിയ ആശയം, ബ്രദർ ഞാൻ പ്രാർത്ഥിക്കും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഓക്കെ, വെരി ഗുഡ്. 1, 1.5 പ്രാർത്ഥില്ലേ. പക്ഷെ പാറ്റേൺ എന്താ? മോഡൽ എന്താ? ജീസസ് കാണിച്ച ഒരു മോഡൽ ഉണ്ടല്ലോ, അതിന്റെ കണ്ടന്റ് എന്താ? എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ പ്രേയേഴ്സിന്റെ കണ്ടന്റും ജീസസ് പഠിപ്പിച്ചതും, ജീസസിന്റെ പ്രാർത്ഥന ജോൺ 17 അതിന്റെ കണ്ടന്റും പോളിന്റെ കണ്ടന്റും ഒക്കെ ശ്രദ്ധിക്കുക, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പ്രാർത്ഥിക്കാൻ ശരിക്കും പഠിക്കണം. Praise the Lord. We are on the subject of prayer. The first century church prayed. We lack prayer. ഇനി പ്രയർ ഉണ്ടെങ്കിൽ പോലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം അത് ഒതുങ്ങുന്നു. സഭ ഇന്ന് വീക്കാകാൻ കാരണം ഇതാണ്. പ്രധാന കാര്യം കയ്യിൽ നിന്ന് പോയി. വചനത്തിന്റെ എക്സ്പോസിഷനും കയ്യിൽ നിന്ന് പോയി. കോർപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ള പ്രയറും കയ്യിൽ നിന്ന് പോയി. സ്തോത്രം. കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത മെസ്സേജാണ്, യാഥാർത്ഥ്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 18:1, എഫേസ്യ ലേഖനം 6:18 ബൈബിൾ പറയുന്നത്, ബൈബിളിൽ തിരുവെഴുത്തിൽ
കൽപ്പനയായിട്ടാണ് പറയുന്നത് ടു പ്രേ അറ്റ് ഓൾ ടൈംസ്. നിങ്ങൾ നോക്കിയേ എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. റോമർ 12:13, കൊലോസ്യ ലേഖനം 4:2 ബൈബിൾ കമാൻഡാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. കൊലോസ്യ 4:2 അവിടെയും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ആവർത്തിച്ച് ദൈവാത്മാവ് പറയാണ്, pray, pray, pray. And what did we do? Praise the Lord. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ചർച്ച് വീക്കായി പോയി. പക്ഷേ അങ്ങനെ വീക്കൊന്നുമല്ല. ആശ്രയം ഉദ്ദേശിക്കുന്ന പോലെ വീക്കൊന്നുമല്ല. വി ആർ റിയലി സ്ട്രോങ് ആണല്ലോ. പ്രാർത്ഥിക്കുന്ന സഭയിൽ നോക്കണം 43-ാം വാക്യം. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. I am not surprised. I am not surprised. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവന്റെ മിനിസ്ട്രിയിൽ വെളിപ്പെടുന്ന കാര്യമാണ്. അവിടെ പ്രത്യേകം ഒരാളെയല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഭയമായി എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? ഭയമായി ഇംഗ്ലീഷിൽ ഓവ് എന്ന വാക്കാണ്. AWE, ഓവ്. അതിന്റെ അർത്ഥം ഹോളി ടെറർ. ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് സഭയിൽ. അങ്ങനെയുള്ള റെവറൻഷ്യൽ ഫിയർ. ഇത് അവിടെയുണ്ട്. എല്ലാവർക്കും ഭയമായി. ആ അപാരമായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഭയഭക്തിയുടെ മനോഭാവം ആത്മനിറവുള്ള പ്രാർത്ഥിക്കുന്ന സഭയിൽ ഉണ്ടായിരുന്നു. 43-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജെറുസലേം ചർച്ച് വാസ് എ പവർഫുൾ ചർച്ച്. എല്ലാവർക്കും ഭയമായി. സ്തോത്രം. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? അകത്തുള്ളവർക്കും പേടിയാ, പുറത്തുള്ളവർക്കും ഭയമാ. നിങ്ങൾക്കറിയാമോ, പാപത്തെ താലോലിച്ച് ജീവിക്കുന്ന പുറത്തുള്ളവൻ ഇതിനകത്തോട്ട് കയറാൻ പേടിയാ. അനന്യ സഫീറയുടെ ഒക്കെ ഇടപാട് തീർന്നതാണ്. പുറത്തുള്ളവർ അങ്ങനെ കയറി ജോയിൻ ചെയ്യത്തില്ല. അകത്തുള്ളവർ വളരെ സൂക്ഷിച്ചാ നിൽക്കുന്നത്. അതെന്താണ്? ലിറ്ററലി God is among them. The presence of God is heavy among the praying Jerusalem church. സ്തോത്രം. അകത്തുള്ളവർ പുറത്തുള്ളവർ എല്ലാവർക്കും. എന്താ അങ്ങനെ പേടി? ദൈവ സാന്നിധ്യമുണ്ട്, അതുകൊണ്ടിപ്പോ എന്നാ? നോ. വിശുദ്ധിയും വേർപാടും ഡിഫൈൽമെന്റും കൂടെ അവരുടെ കൂടെ ചെന്ന് ഇരുന്നാൽ പ്രശ്നമുണ്ടാകും. ഈ ധാരണ പുറത്തും അകത്തുമുള്ളവർക്കുണ്ടായി. നമ്മുടെ ഇടയിലോ സബ് ചൽത്തായ ബൈ, ആർക്ക് വേണേ വരാം, എങ്ങനെ വേണേ വരാം, ഒരു പ്രശ്നവുമില്ല. ശരിക്കും ഇതുപോലൊരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ എത്ര ശവാടൊക്കെ നടക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ സഭയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. അനേക പെന്തിക്കോസ്ത് സഭകൾ എന്ന് പറയുന്നിടത്ത് യേശു ഇല്ല. അത് വിശ്വസിക്കാൻ കഴിയുമോ? ലവോദിക്ക സഭയിൽ എവിടെയാണ് യേശു? വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിലൊന്ന് തുറന്നാൽ ഞാൻ അകത്ത് വരാം. എന്തു പറ്റി? ജീസസ് ഈസ് ഗോൺ, ബട്ട് ദേ ആർ ഹാവിംഗ് എ ബിഗ് ഫെലോഷിപ്പ്. സ്തോത്രം.
യെരൂശലേം സഭ കണ്ടോ? ഒരു ഭയങ്കര ഭയം അവിടെ ഉണ്ടായി. എല്ലാവരും ഭയം. അപ്പോസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അതുകൊണ്ടാണ് ഈ ഭയം വന്നത്. ദേ ആർ ഓൾ ഇൻ ഓ. ഇനി ഈ അത്ഭുതം അടയാളം ഒന്ന് ഡിഫൈൻ ചെയ്യാം. കാരണം ഇപ്പം അത്ഭുതം അടയാളം എന്നൊക്കെ പറഞ്ഞാൽ നടുവേദന മാറി, കാലിന്റെ മുട്ടിന് ഒരു ചെറിയ വേദന ഉള്ളതുപോലെ. വേദന ഉണ്ടല്ലോ, ആർക്കാ ഇല്ലാതെ? നടുവേദനയുള്ള 3 പേരുണ്ട്. 3 ഉള്ളോ? 4-5 പേർക്കുണ്ട്. ഇതൊന്നുമല്ല കർത്താവ് ചെയ്തത്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഇതല്ല. ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഒരു സാമ്പിൾ 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. എന്താ അത്ഭുതമാണ് നടന്നത്? 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതെന്താണ്? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത് ഇവര് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ പോയതാ. ഒരു യാചകൻ ഇരുന്ന് ഭിക്ഷ ചോദിച്ചു. ഒരാത്മപ്രചോദനം, ആത്മാവിന്റെ നടത്തിപ്പ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞപ്പോൾ 40 വർഷം പ്രായമുള്ള ഒരു യാചകൻ, ജീവിതത്തിൽ നടന്നിട്ടില്ല, ചാടി അങ്ങ് എഴുന്നേറ്റു. ഫിസിയോതെറാപ്പി വേണ്ട, നടന്നു നോയിക്കേ. ഇന്നലത്തെക്കാട്ടിൽ ഇന്ന് ബെറ്റർ അല്ലേ? ഈ പരിപാടിയൊന്നും അല്ലത്. തുള്ളിയും ചാടിയും ആലയത്തിൽ കയറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ദൈവത്തെ ഓർത്ത്, ദൈവത്തെ ആരും സഹായിച്ച് അത്ഭുതം ഉണ്ടാക്കണ്ട. ദൈവത്തിനറിയാം അത്ഭുതം ചെയ്യാൻ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മൾ മാനുഫാക്ചർ ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാം കാര്യമാകുമ്പോ കാല് നീട്ടുന്നു, കൈ നീട്ടുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളായി. എല്ലാവർക്കും ഭയമായി. ഏറിയ അത്ഭുതങ്ങൾ അപ്പോസ്തലന്മാർ നടന്നു. തൊട്ടു മുൻപുള്ള വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം പറയുന്നത് they were devoted to prayer. Why are we weak? എന്നാലും നമ്മൾ സമ്മതിക്കത്തില്ല. നോ, അങ്ങനൊന്നുമല്ല. യെരൂശലേം സഭയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ഇപ്പൊ ജെനുവിൻ? ഏതാണ് ട്രൂ ചർച്ച്? എന്താ ട്രൂ ചർച്ചിൽ എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ ഈ പുതിയ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ വചനത്തിൽ അവരെ ട്രെയിൻ ചെയ്തവർ വചനം പഠിക്കുന്നു. അവരൊരുമിച്ച് ദൈവസ്നേഹത്തിൽ കൂട്ടായ്മ ആചരിക്കുന്നു. അവരൊരുമിച്ച് അപ്പം നുറുക്കുന്നു എന്ന് പറഞ്ഞ ക്രൈസ്റ്റ് സെന്റേഡ്. അവരെല്ലാം കൂടെ പ്രാർത്ഥിക്കുന്നു. അവരിൽ വെളിപ്പെടുകയാണ് ദൈവകൃപ. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ ഒരു മിറക്കിൾ. 5-ന്റെ 12, 5-ന്റെ 15, 16, 9-ന്റെ 32 മുതൽ 35 വരെ, 9-ന്റെ 40 മുതൽ 42 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനും മിറക്കിളാ. പിന്നെ തെറ്റിദ്ധരിക്കരുത്. എന്തിനാ ഈ മിറക്കിള് ഉണ്ടായത്? മിറക്കിൾസ് കർത്താവ് അവരിലൂടെ ചെയ്തത്, മിറക്കിൾ അവിശ്വാസിയുടെ ഹൃദയത്തെ തുറന്ന് വചനം അവർ കേൾക്കും. വചനത്തിന് മാത്രമേ രക്ഷയിലേക്ക് ആളിനെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. വചനം കേട്ട് സ്വീകരിക്കാൻ ആളുകൾ ദൈവത്തിന്റെ ശക്തി കാണുമ്പോൾ they open their hearts. മുടന്തൻ നടന്നു കഴിഞ്ഞപ്പോൾ ആളെല്ലാം കൂടെ കൂടിയപ്പോ വീഡിയോ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടി. ഞാനാ ചെയ്ത്. ഇതല്ല പത്രോസ് പറഞ്ഞത്. എന്തിനാ എന്നെ നോക്കുന്നതെന്ന്? അയ്യോ, അങ്ങനെയുള്ള ശുശ്രൂഷകർ ഉണ്ടാകട്ടെ. Why are you staring at us as if we did the miracle? ഞങ്ങളുടെ ഭക്തി കൊണ്ടും ശക്തി കൊണ്ടും അല്ലെന്നങ്ങ് തുറന്നു പറയുക. It is because of the name of Jesus Christ. ഈ പുരുഷാരത്തിന്റെ നടുവിൽ അന്തം വിട്ടു നിൽക്കുന്ന ആളുകളുടെ നടുവിൽ യേശുവിനെ ഉയർത്തിയപ്പോൾ 5000 പേരുടെ ദൈവസഭയ്ക്കകത്ത് കയറി.
സ്വത്രം. നെവർ സ്റ്റീൽ ദ ഗ്ലോറി ദാറ്റ് ബിലോങ്സ് ടു ഗോഡ്. പീറ്ററൊക്കെ എത്ര ജെനുവിനാണ്. സ്തോത്രം. അപ്പൊ ഈ 1-ാം നൂറ്റാണ്ടിലെ ഈ ഇൻഫന്റ് ചർച്ച്, അവരുടെ ആ പ്യൂരിറ്റി, അവരുടെ ആ പവർ, അവരിൽ വ്യാപരിച്ച ദൈവകൃപ, ഗിഫ്റ്റിങ്, ഇത് വർക്കിംഗ് ഓഫ് മിറക്കിൾസിലും വെളിപ്പെട്ടു. ഇവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത സംഘമാണ്. ആത്മാവിന്റെ ശക്തി അവരിലൂടെ വ്യാപരിച്ച് യെരുശലേം മുഴുവനും പാട്ടാണ്. മിറക്കിൾസ് ആർ ഹാപ്പനിങ്. ഗവൺമെന്റിന് ഒതുക്കാൻ ഒക്കുമോ? സുവിശേഷ വിരോധിക്ക് ഒതുക്കാൻ ഒക്കുമോ? ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയാം, നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. ജീസസ് ഓഫ് നാസറത്ത് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ യെരുശലേം സഭയുടെ ഈ ശുശ്രൂഷയിൽ ആളുകൾ അന്തം വിട്ടു നിൽക്കുക. ജീസസ് ഈസ് ബാക്ക്. ഹി ഈസ് വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഓഫ് ജെറുസലേം. സഭ പവർഫുൾ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ യെരുശലേം പട്ടണക്കാർക്ക് അറിയാം, Jesus of Nazareth is back on our street, healing the sick, opening blind eyes, casting out demons. Praise the Lord. ഇതാണ് ദൈവഹിതം. യേശുവിന് ഇന്നും സഭയിലൂടെ പ്രവർത്തിക്കണം. ഇത് കർത്താവിന്റെ ഹിതമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയിട്ടില്ല. ഒരു 60, 70, 80 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഈ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ അവരുടെ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും എത്ര മൈറ്റി മിറക്കിൾസ് ആണ് നടന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് വിശ്വസിക്കാൻ ഇന്ന് പാടാണ്. ഇതിനെല്ലാം റൂട്ട് കോസ്, we have drifted away from God. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. ഡ്രിഫ്റ്റിംഗ് സ്ലോ ആണ്. വചനത്തിൽ നിന്നും ആത്മപ്രവൃത്തിയിൽ നിന്നും എല്ലാം ഡ്രിഫ്റ്റ് ചെയ്തു. പ്രാർത്ഥനയിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്തു. മടങ്ങി വരാൻ ഈ പ്രാർത്ഥനയിൽ കർത്താവ് എല്ലാവർക്കും പ്രേരണ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് അവിശ്വാസി അട്രാക്റ്റ് ആകും. അന്നേരം പത്രോസ് പ്രസംഗിക്കും. ഈവൻ 1-ാമത്തെ പ്രസംഗം ആത്മപ്രവൃത്തി നടന്നപ്പോൾ അന്യഭാഷയെ കളിയാക്കി ഇവര് പുതിയ വീഞ്ഞ് കുടിച്ചതാണെന്നും പറഞ്ഞ ഈ ജനം കൂടിയത്. അതിന്റെ നടുവിൽ മെസ്സേജ് പോയി. ഹോളി സ്പിരിറ്റ് ആളുകളെ കൺവെർട്ട് ചെയ്തു. 3-ാം അധ്യായത്തിൽ ഈ മിറക്കിൾ നടന്നപ്പോൾ ആള് കൂടി, പ്രസംഗം നടക്കുക. പ്രസംഗത്തിന്റെ വേദി ഒരുക്കുകയാണ് ഈ മിറക്കിൾസ്. ഞാനേ ഒരു സിമ്പിൾ കാര്യം പറയാം. ഇവിടെ സഭാ വളർച്ചയ്ക്ക് എത്രയോ ലക്ഷം രൂപ ആളുകൾ മുടക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വല്ല മുടക്കമുണ്ടോ? ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാ ഒരു യാചകന് യേശുവിന് നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞ ആൾ എഴുന്നേറ്റു. ആളെല്ലാം കൂടെ കൂടി ഒരു മെസ്സേജ് കൊടുത്തു. ആള് രക്ഷിക്കപ്പെട്ട് അകത്ത് കയറി. ഇതിനകത്ത് എന്താ ചെലവ്? സ്തോത്രം. ദൂരദേശത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ചെലവുണ്ട്, സമ്മതിച്ചു. പക്ഷേ പണമില്ലാത്തത് കൊണ്ട് സഭ വളരത്തില്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ ഐ ഡിസഗ്രി. ദൈവമക്കൾ ഇതൊന്ന് കാണുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ പ്രിയരെ. അപ്പം സയൻസ് ആൻഡ് വണ്ടേഴ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് യേശുവിന്റെ മിനിസ്ട്രിയിലെ പോലെ തന്നെ ആളുകളുടെ അറ്റൻഷൻ അട്രാക്ട് ചെയ്യാണ്. എന്തിന്? അൾട്ടിമേറ്റ്ലി ക്രിസ്തുവിനെ അവർക്ക് കിട്ടണം. ഇത് ചെയ്തത് യേശുവാണ്, യേശു ദൈവമാണ്, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടതിന്
കർത്താവ് അത്ഭുതം ചെയ്യുന്നു, ഇന്നും ചെയ്യുന്നു. ചിലർ പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത്ഭുതമാ, സൗത്ത് ഇന്ത്യ, കേരളത്തിൽ അങ്ങനെയാണ്. എന്താണ്? അപ്പൊ അവര് ഹിന്ദിക്കാരല്ല, ഹിന്ദിക്കാര് കുറച്ചുകൂടെ വിശ്വസിക്കും. അയ്യോ, ഇതെല്ലാം നമ്മുടെ മൈൻഡ് ഫീഡ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബഹ്റൈനിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. പക്ഷെ അത്ഭുതം നമ്മുടെ അഡ്രസ് വലുപ്പമാക്കാനല്ല, ഗോസ്പല് പ്രീച്ച് ചെയ്ത ആളുകൾ രക്ഷിക്കപ്പെടാൻ ഹൃദയം തുറക്കുകയാണ്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആത്മനിറവുള്ള പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ, ഒരവസരം കിട്ടിയാൽ ആത്മാവിന്റെ നടത്തിപ്പിൽ കൈവെക്കണം. സൗഖ്യമാക്കുന്നത് കർത്താവാണ്, നമ്മളല്ല സൗഖ്യമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും. നമ്മൾ 44 വാക്യം, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും. 45 വാക്യം, ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവരവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. അത് അല്പം വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒറ്റ വാക്കിൽ ഒരു ഹെഡിങ് പറയാം. They were a sharing church. കൂട്ടായ്മ എന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നു. ഇതല്പം വിശദീകരിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരുമിച്ച് അവർ കൂടി വരികയാണ്, അവരൊരുമിച്ച് ഷെയർ ചെയ്യുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് ദിവസം നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നു. അവര് പലരും തിരിച്ച് വീട്ടിൽ പോകാതെ, അവർക്ക് ഇവിടെ വീടൊന്നുമില്ല, അവർ രക്ഷിക്കപ്പെട്ടു. ഈ പുതിയ സംഘത്തിന്റെ കൂടെ ചേർന്നു. ഈ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ സഭ തയ്യാറായി. ആളുകൾ കാര്യങ്ങൾ വിറ്റ് ഷെയർ ചെയ്യാൻ. അപ്പോൾ തന്നെ അവരുടെ ഇടയിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ട്. The church started to meet their needs. It was a sharing church. Praise the Lord. ആ ഭാഗം ദൈവം അനുവദിച്ചാൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതുകൂടെ നമുക്ക് ചിന്തിക്കണം. എന്താ നമ്മൾ ഈ ചിന്തിക്കുന്നത്? നാം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക സഭ ഇതുമായി കമ്പയർ ചെയ്യണം. എന്നിട്ട് നാം നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാതെ, അങ്ങനെ അല്ല നമ്മുടെ ചർച്ചെങ്കിൽ, ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ഒറിജിനൽ ഫോം. കുറ്റം വിധിച്ചിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, നമുക്കത് പറ്റിയില്ല. കാര്യം മനസ്സിലായി കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട നമ്മൾക്കൊരു മാനസാന്തരം ഉണ്ടാകണം. കർത്താവ് വെച്ചിരിക്കുന്ന പാതയിലേക്ക് നമ്മൾ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത്, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു സകലവും പൊതുവകയായി. അപ്പൊ സാധാരണക്കാരായ ആളുകൾ, ഈ പലയിടത്തുനിന്നും ആളുകൾ വന്ന്, ഇവർക്ക് തിരിച്ചു പോകാൻ വീടൊന്നുമില്ല. അത് സാധാരണ യഹൂദന്മാരുടെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ പതിവുണ്ടായിരുന്നു. പലയിടങ്ങളിൽ നിന്നും ഉത്സവത്തിന് വരുന്നവർ ആ ലോക്കൽസിന്റെ വീട്ടിലാണ് അവരൊക്കെ താമസിച്ചിരുന്നത്. പെന്തക്കോസ്തിലെ ഉണർവ് വന്നപ്പോൾ പലയിടങ്ങളിൽ വന്നവർ രക്ഷിക്കപ്പെട്ടു. അവർക്ക് പിന്നെ പോകണ്ട, അവരിതിന്റെ കൂടെ ജോയിൻ ചെയ്യുക. അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാ നിറവേറ്റുന്നത്? കയ്യിൽ റീസോഴ്സസ് ഉള്ളവര് കാര്യങ്ങൾ ഷെയർ ചെയ്തു. പലരും അവരുടെ വീടുകൾ തുറന്നു. എത്ര വലിയ സ്നേഹം, എന്തു വലിയ ഷെയറിങ്. അവിശ്വാസികളെ ചലഞ്ച് ചെയ്തവര്. ദൈവരാജ്യം വെളിപ്പെടുകയാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ആ നിലയിൽ ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ ദർശനം നമ്മൾക്ക് ഉണ്ടാകട്ടെ.
ആ കാലഘട്ടത്തിൽ പലരും വിശ്വാസ നിമിത്തം അവർക്കുണ്ടായ പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടു. They had to pay a heavy price for their faith. ഇവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഉള്ള ആളുകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി, അല്ലേ? സ്തോത്രം. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ളവരാ, ഇതെല്ലാം വായിച്ചിട്ടുള്ളവരാ. പക്ഷെ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങത്തില്ല. അതെന്താണ്? സ്പിരിറ്റ് മൂവ്മെന്റ് അതിശക്തമായി ഉണ്ടായാൽ സെൽഫിഷ്നെസ് പോയി മറ്റുള്ളവർ ഒരു സാക്രിഫിഷ്യൽ ഗിവിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങും. ഇത് യെരുശലേം സഭയിൽ നമ്മൾക്ക് ശക്തമായി കാണുവാൻ കഴിയും. എന്നിട്ട് അടുത്ത വാക്യം 45, ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. They started sharing with the needy. ഇതുപോലൊരു ഗ്ലോറിയസ് ചർച്ച് ആകുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച ആകുവാൻ കർത്താവ് നമ്മൾക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവഹിതമെങ്കിൽ നമുക്ക് നാളെ ഒരുമിച്ച് കാണാം, കർത്താവിൽ സന്തോഷിക്കാം, വചനം നമുക്ക് ഏറ്റെടുക്കാം, വചനത്താൽ ശുദ്ധീകരണം ഏറ്റെടുക്കാം. God bless you with these words. Thank you.